ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ കടുത്ത ചില പ്രഖ്യാപനങ്ങളുമായി എത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന എല്ലാ കപ്പലുകളും തടയാനും ഉപരോധിക്കാനും യുഎസ് നാവികസേനയ്ക്ക് ട്രംപ് ഉത്തരവ് നൽകി. ഇറാൻ നിയമവിരുദ്ധമായി ഈടാക്കുന്ന ടോൾ നൽകുന്ന ഒരു കപ്പലിനെയും അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ല എന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. ഇറാന്റെ ഈ നടപടി ആഗോളതലത്തിലുള്ള ഭീഷണിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഹോർമസ് കടലിടുക്കിലെ വർദ്ധിച്ചുവരുന്ന ഭീഷണികളെ നേരിടാൻ രണ്ട് അത്യാധുനിക യുദ്ധക്കപ്പലുകളെ യുഎസ് മേഖലയിൽ വിന്യസിച്ചിരിക്കുകയാണ്. യുഎസ് സെൻട്രൽ കമാൻഡിന് കീഴിലുള്ള സൈനിക വിഭാഗം ഹോർമസ് കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള സീ മൈനുകൾ നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ വിഭാഗത്തിൽപ്പെട്ട USS ഫ്രാങ്കി പീറ്റേഴ്സൺ, USS മൈക്കിൾ മർഫി എന്നീ കപ്പലുകളെയാണ് രാജ്യാന്തര എണ്ണ നീക്കത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹോർമുസിലെ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിരിക്കുന്നത്. കടലിനടിയിൽ ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ കണ്ടെത്തുകയും നീക്കം ചെയ്യുന്ന പ്രവർത്തനത്തിന് പിന്തുണ നൽകുകയുമാണ് ഇവയുടെ ദൗത്യം. എണ്ണക്കപ്പലുകളെ ഉൾപ്പെടെ തകർത്ത് തരിപ്പണമാക്കാൻ ശേഷിയുള്ളവയാണ് കടലിനടിയിൽ സ്ഥാപിച്ചിട്ടുള്ള സീ മൈനുകൾ. ഹോർമസ് കടലിടുക്കിൽ നേരത്തെ IRGC സ്ഥാപിച്ച സീ മൈനുകൾ പൂർണ്ണമായി നീക്കം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കപ്പലുകളെ വിന്യസിച്ചിരിക്കുന്നതെന്ന് US മിലിറ്ററി കമാൻഡിനെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. സീ മൈനുകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് കപ്പലുകളെ നേരിട്ട് അയക്കുകയല്ല ചെയ്യുന്നത്. പകരം MK-18 മോഡ് 2 കിങ്ഫിഷ് പോലുള്ള അൺമാൻഡ് അണ്ടർ വാട്ടർ വെഹിക്കിൾ അഥവാ UUVകൾ ഉപയോഗിച്ചാണ് മൈനുകളെ നീക്കം ചെയ്യുക. ടോർപിഡോയുടെ ആകൃതിയിലുള്ള ഈ ഡ്രോണുകൾ വെള്ളത്തിലൂടെ നീങ്ങുകയും കടൽത്തട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന സീ മൈനുകളെ ഹൈടെക് സോളാർ സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്തുകയും ചെയ്യും. MH-16S പോലുള്ള ഹെലികോപ്റ്ററുകളുടെ സഹായവും സീ മൈനുകൾ നീക്കം ചെയ്യാൻ അമേരിക്ക പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എയർബോൺ ലേസർ മൈൻ ഡിറ്റൻഷൻ സിസ്റ്റം സംവിധാനമാണ് ഒഴുകി നടക്കുന്നതോ ജലോപരിതലത്തിന് തൊട്ട് താഴെയോ ഉള്ള സ്ഫോടക വസ്തുക്കളെ കണ്ടെത്താൻ സഹായിക്കുക. ഹെലികോപ്റ്ററോ ഡ്രോണോ സീ മൈൻ കണ്ടെത്തുന്ന പക്ഷം എയർബോൺ മൈൻ ന്യൂട്രലൈസേഷൻ സിസ്റ്റം ഉപയോഗിച്ച് അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുക. AMNS ചെറിയൊരു റോബോട്ടിക് യന്ത്രത്തെ സീമൈന്റെ അടുത്തേക്ക് അയക്കുകയും അതിന്റെ പരിസരത്തെത്തിയ ശേഷം ഇത് പൊട്ടിത്തെറിക്കുകയും ചെയ്യും. USS ഫ്രാങ്കി പീറ്റേഴ്സൺ, USS മൈക്കിൾ മർഫി എന്നിവ സീമൈനുകൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുക മാത്രമല്ല അതിന് ആവശ്യമായ സുരക്ഷയും ഉറപ്പാക്കുന്നുണ്ട്. ഇവയിലെ ഏജീസ് കോംബാറ്റ് സിസ്റ്റവും ഇന്റർസെപ്റ്റർ മിസൈലുകളും ഇറാനിൽ നിന്നെത്തിയേക്കാവുന്ന കരവ്യോമ ഭീഷണികളെ തിരിച്ചറിയാനും ഇല്ലാതാക്കാനും സഹായിക്കും. ഇറാനെതിരെ ഇസ്രയേലിന്റെ സൈനിക നടപടികൾ അവസാനിച്ചിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. യുഎസും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനിടെയാണ് നെതന്യാഹുവിന്റെ പ്രസ്താവനയും പുറത്തു വന്നത്. ഇറാനും അതിന്റെ സഖ്യകക്ഷികളും ചേർന്ന് ഗാസയിൽ നിന്നും ഹമാസും ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയും ഇറാഖ്, സിറിയ, യമൻ എന്നിവിടങ്ങളിലെ സഖ്യ സൈന്യങ്ങൾ വഴി ഇസ്രയേലിനെ വളയാൻ ശ്രമിക്കുകയാണെന്നാണ് നെതന്യാഹു ആരോപിക്കുന്നത്. ഇറാൻ ഞങ്ങളെ തീജ്വാലകളുടെ വലയം സൃഷ്ടിച്ച് ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ ഞങ്ങൾ അവരെ ശ്വാസം മുട്ടിക്കുന്നു. ഇനിയും പലതും ചെയ്യാനുണ്ടെന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഇസ്രയേൽ ചരിത്രപരമായ നേട്ടങ്ങൾ കൈവരിച്ചതായി നെതന്യാഹു അവകാശപ്പെട്ടു. എങ്കിലും സൈനിക നടപടി ഉടനെയൊന്നും അവസാനിക്കില്ല എന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഇറാൻ ഇപ്പോൾ നിലനിൽപ്പിന് വേണ്ടി പോരാടുകയാണെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഇറാൻ യുഎസിന്റെ നിബന്ധനകൾ അംഗീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇസ്ലാമാബാദിൽ നടന്ന 20 മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇരു രാജ്യങ്ങളും ഉടമ്പടിയിലെത്താതെയാണ് പിരിഞ്ഞത്. US ഉദ്യോഗസ്ഥർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയെങ്കിലും ഇറാൻ അത് അംഗീകരിക്കാൻ തയ്യാറായില്ലെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. ഹോർമസ് കടലെടുക്കും ഇറാനിയൻ ആണവ പരിപാടിയും പ്രധാന ചർച്ചാ വിഷയങ്ങളായിരുന്നു. ഇരുപക്ഷവും നിരവധി വിഷയങ്ങളിൽ ധാരണയിലെത്തിയെന്നും എന്നാൽ 23 പ്രധാന വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നുവെന്നും ഇത് ഒടുവിൽ ഒരു കരാറിലെത്താൻ സാധിച്ചില്ല എന്നും ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രസ്താവനയിൽ കൂടി പ്രതികരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.